മെന്റലിസ്റ്റ് ആദിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ്. ഷോയുടെ ലാഭം വാഗ്ദാനം ചെയ്ത് മെന്റലിസ്റ്റ് ആദി പണം വാങ്ങിയതെന്ന് പരാതിക്കാരൻ ബെന്നി 24 പറഞ്ഞു. ഷോ കഴിഞ്ഞതിന് ശേഷം പണം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചു. പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയും പരിഹാസവും നേരിടേണ്ടി വന്നു. നിയമപോരാട്ടം തുടരുമെന്നും പ്രവാസി വ്യവസായ ബെന്നി പറയുന്നു. ഷോ ചെയ്യാനുള്ള പൈസകളില്ല, അപ്പം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏതെങ്കിലും രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ പെർസ്യൂഡ് ചെയ്തായി 35 ലക്ഷം രൂപ പുള്ളിക്ക് ലാസ് വേഗാസിൽ പോയിട്ട് ട്രെയിനിങ് നടത്താനും പിന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെൻസ് ഉണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് 35 ലക്ഷം രൂപ മേടിച്ചത്. ആ പൈസ തിരിച്ചറിഞ്ഞതിനോടൊപ്പം ഈ ഒരു ഷോയുടെ ഒരു പ്രോഫിറ്റിൻ്റെ ഷെയറും ഒരു 1/3 ഷെയർ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2026 ഒരു വർഷത്തെ ഷോയുടെ ഞാൻ ത്രൂ ചെയ്യാം എന്നൊക്കെ സമ്മതിച്ചിട്ടാണ് പുള്ളി പോയത്. ഷോ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്നാണ് പറഞ്ഞത്. ഷോ കഴിഞ്ഞ് 2-ാം ദിവസം നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അന്ന് വരെ കണ്ട ഒരു ആദീനെ അല്ല അന്ന് കണ്ടത്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റെങ്കിലും വാങ്ങിക്കോളാം എന്നുള്ളൊരു ടോണിലേക്ക് വന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി വ്യവസായിയായ ബെന്നിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ മെന്റലിസ്റ്റ് ആദി തന്റെ ഷോയുടെ പേരിൽ 35 ലക്ഷം രൂപ 2 തവണകളായി വാങ്ങിയെന്നായിരുന്നു വ്യവസായിയായ ബെന്നിയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മെന്റലിസ്റ്റ് ആദി അടക്കമുള്ള 4 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNS 314, 318 വകുപ്പുകൾ പ്രകാരമാണ്. സാമ്പത്തിക കുറ്റകൃത്യം, ഒപ്പം തന്നെ വഞ്ചന തുടങ്ങിയ വകുപ്പുകളടക്കമാണ്, ജാമ്യമില്ലാ വകുപ്പുകളടക്കമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഷോയിൽ നിന്നുള്ള 1/3 ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 35 ലക്ഷം രൂപ വാങ്ങിയതെന്നാണ്. എന്നാൽ പണം വാങ്ങി ഷോ പൂർത്തിയായതിനു ശേഷം പണം തിരികെ ചോദിച്ചപ്പോൾ ഈ ആദ്യമടക്കമുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ വ്യവസായി ബെന്നി പറയുന്നത്. പരിഹാസവും ഭീഷണിയുമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. പറ്റുമെങ്കിൽ പണം വാങ്ങൂ എന്ന നിലയിലൊക്കെയുള്ള ഭീഷണി മുന്നോട്ട് വന്നതോടുകൂടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്നുള്ളതാണ് ഈ പരാതിക്കാരനും ഒപ്പം തന്നെ വ്യവസായിയുമായ ബെന്നി പറയുന്നത്.